നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിൽ വിശുദ്ധ പൗലോസ്ലിയ കൊറിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസ്ലിയ കൊറിന്തോസിലെ സഭയെ കുറ്റപ്പെടുത്തുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് കുറ്റപ്പെടുത്തുന്നത്? പൗലോസ്ലിയ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, അത് ഞാൻ ഭാഗികമായി വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് പൗലോസ്ലിയ പറയുകയാണ്, ദരിദ്രരെന്നും സമ്പന്നരെന്നും പറയുന്ന ഒരു വിഭാഗീയത നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമൊന്നുമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള അത്താഴം നിങ്ങൾ ഭക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസിലെ കൊറിന്തോസിലെ സഭയെ കുറ്റപ്പെടുത്തുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് കുറ്റപ്പെടുത്തുന്നത്? അവരുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈശോ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാനും അങ്ങയും ഒന്നായിരിക്കുന്നത് പോലെ ഈ ശിഷ്യരും തമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലും ഒരു ഒന്നിപ്പ് ഉണ്ടാകണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ സഭയുടെ സാഹചര്യത്തില് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള 2 വായനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ സഭയിലും ചെറിയ രീതിയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പൗലോസ്ലിയ പറയുന്നത് പോലെ സഭയില് ഭിന്നിപ്പുകൾ ഉണ്ട് എന്ന് നമ്മളും മനസ്സിലാക്കുന്നു. ഈശോ ചെയ്തതുപോലെ ഈ ശിഷ്യന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സഭയുടെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സഭയിലെ ഈ ഭിന്നിപ്പ് മാറാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഈ ഭിന്നിപ്പുകൾ മാറി സഭയിൽ ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്